നിങ്ങളുടെ വീട്ടിലേ കല്യാണം കഴിഞ്ഞാൽ സിന്ദൂരിടണമെന്നൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല. അത് ഞാൻ കുളിച്ച് രാവിലെ ഇട്ടതാ അച്ഛാ. ഇപ്പം ജോലി കഴിഞ്ഞപ്പോഴേ ഞാൻ വിയർത്ത് മുഖം തുടച്ചില്ലേ, മുഖം കഴുകിയപ്പോ പോയിട്ടുള്ളതാ. അതെങ്ങനെ തന്ത ഒരു പൊട്ടണല്ലേ? അവനാ കഴിവുണ്ടായിരുന്നെങ്കിൽ അവൻ തള്ളയെ പഠിപ്പിക്കത്തില്ല. തള്ള നിങ്ങൾക്ക് പറഞ്ഞു തരില്ലായിരുന്നു. അച്ഛാ മതി നിർത്ത്. ഇതിപ്പോ പല ആവർത്തിയാ ഞാൻ കേൾക്കുന്നു. എനിക്കത് എപ്പോഴും ഇഷ്ടപ്പെടത്തില്ല. ഓരോ വട്ടവും ഞാൻ വിചാരിക്കും ഇനി അത് പറയില്ല, തമാശയാണെന്ന് ഓർത്ത് ഞാൻ വിട്ട്. എനിക്കത് ഇഷ്ടമാവില്ല എപ്പോഴും പറയുന്നത്. ഇനി മേലെ അച്ഛൻ അങ്ങനെ പറയരുത് എന്നോട്. നിർത്തടി. നീ എന്തോ അച്ഛനോട് തറുതല പറയുന്നു? ഇന്നുവരെ ഈ വീട്ടിലാരിങ്ങനെ സംസാരിച്ചിട്ടില്ല കേട്ടാ. ഇങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് മാസങ്ങളായി. ഒരു പട്ടി പോലെ തന്നെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായി. എന്നിട്ടും കൂറങ്ങോട്ടാകുന്നു. കൊള്ളാം. അതെന്തോ ആയിക്കോട്ടെ, അതെന്റെ അച്ഛനാണ്. അവര് മുതിർന്നവരാ, അവര് പലതും പറയും. എന്ന് വെച്ചിട്ടേ നീ അവരോട് ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. മൂത്തവരോടെ ബഹുമാനത്തിൽ സംസാരിക്കാൻ നിന്റെ വീട്ടുകാർ പഠിപ്പിച്ചിട്ടില്ലേ? അപ്പൊ അവരെല്ലാരും എന്നെ പറയുന്ന കേൾക്കുന്നില്ലേ ചേട്ടാ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താ അതെനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരണം. അല്ലാതെ എന്തു പറഞ്ഞാലും എന്റെ വീട്ടുകാരെ പറയുകയല്ല വേണ്ടത്. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം ജീവിക്കാൻ, മനസ്സിലായോ? അഡ്ജസ്റ്റ് ചെയ്യാനോ? എത്ര അഡ്ജസ്റ്റ് ചെയ്യണം? അളവ് വല്ലതും ഉണ്ടോ? എല്ലാവരും ഇല്ല. എന്ത് തെറ്റിയാലോടനെ വീട്ടുകാരെ പറയും. ഒരു തെറ്റുപോലും ആയിരിക്കത്തില്ലെങ്കിലും വീട്ടുകാരെ പറയാനുള്ള ഓരോ ചാൻസ് അവർ മുതലെടുക്കും. എന്തിനാ അങ്ങനെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു തീർക്കണം. പിന്നെ ബഹുമാനത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? ഈ ബഹുമാനം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നമ്മൾ ആളുകളുടെ പ്രായം നോക്കിയല്ല കൊടുക്കേണ്ടത്, ആൾക്കാർ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ചാ. എന്റെ വീട്ടുകാർ അങ്ങനെ എന്നെ പഠിപ്പിച്ചേക്കുന്നത്.